നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡെലിവറി തന്നെയാണ്, ഡെലിവറിയും പിക്കപ്പും തന്നെയാണ്. പക്ഷേ നമ്മൾ സാധാരണ ഈവൻസിൻ്റെ ഡെലിവറിക്കാണ് ഞാൻ കൂടുതലും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ പോകുന്നത് നമ്മുടെ ഹോട്ടൽ റൂംസിൻ്റെ ഡെലിവറിയും കാര്യങ്ങളുമായിട്ടാണ്. കാരണം നമ്മുടെ 2 ഡ്രൈവർമാരും ഇന്ന് ലീവാണ്. ഒരാൾക്ക് 2 ദിവസമായിട്ട് പനിയാണ്, ഒരാൾ ഇന്നലെ വൈകുന്നേരം അത്യാവശ്യമായിട്ട് നാട്ടിൽ പോയേക്കുവാണ്. ഞാൻ തിരിച്ച് തിങ്കളാഴ്ച എത്തത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് 2 സെക്ഷനിലെയും പണി ഞാൻ ഒറ്റയ്ക്ക് തന്നെ നോക്കേണ്ടതായിട്ട് വരും. സോ ഇന്ന് നമ്മൾ മെയിനായിട്ട് ഇന്ന് ഹോട്ടൽ ലോണ്ടറിയുടെ ഡെലിവറിയാണ് കൊടുക്കാൻ ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഹോട്ടൽ ലോണ്ടറി എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി ഡെലിവറി കൊടുക്കേണ്ടതും ഡെയിലി പിക്കപ്പ് എടുക്കേണ്ടതുമാണ്. അത് ഒരു റെഗുലർ വർക്കാണ്. അത് നമുക്ക് ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റം വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കൂടുതലായിട്ടും ഹോട്ടൽ ലോണ്ടറി സംബന്ധമായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ചെയ്യുന്നത്. പ്ലാനിൻ്റെ അകത്തുള്ള വീഡിയോസ് എടുക്കാൻ ചാൻസ് കുറവാണ്. കാരണം പ്ലാനിൻ്റെ അകത്ത് ഇന്ന് നിന്ന് ചെയ്യാനുള്ള സമയമില്ല. നമുക്ക് ഒത്തിരി ഡെലിവറികൾ പെൻഡിങ് ഉണ്ട്. അപ്പോൾ 7 ഹോട്ടൽസ് ഇന്ന് ഡെലിവറി പോകാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ ഓട്ടം ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ ഇന്ന് കൂടുതലാണ്. അപ്പോൾ ഇന്ന് ഫുള്ളായിട്ട് ഹോട്ടൽ ലോണ്ടറി സംബന്ധമായിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ ഞാൻ ഹോട്ടലിൽ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ കവർ ചെയ്യാം. നമുക്കൊരു ഹോട്ടലിൽ ചെന്ന് കഴിയുമ്പോൾ ഓരോ സാധനങ്ങൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതും കാര്യങ്ങളൊക്കെ ഇനി ഞാൻ കവർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഹോട്ടൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് പോകാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഹോട്ടലിലേക്ക് പോകാനുള്ള സാധനം ഓൾറെഡി ഡെലിവറി ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നേരെ ഇത് കൊണ്ട് ഡെലിവറി ചെയ്താൽ മതി. ഇവിടെ തൊട്ടടുത്തുള്ള ഹോട്ടലായതുകൊണ്ട് ഇത് മാത്രമായിട്ട് കൊണ്ടുപോയി കൊടുത്തിട്ട് വരുവാണ്. ഇപ്പോൾ നമ്മൾ ഹോട്ടൽ റൂംസിൻ്റെ സ്റ്റോർ റൂമിലെത്തി. ഇപ്പോൾ നമ്മൾ കൊണ്ടുപോയി വാഷ് ചെയ്ത് കൊടുത്ത സാധനങ്ങളെല്ലാം അവരിപ്പോൾ സെപ്പറേറ്റ് ചെയ്യുവാണ്. സെപ്പറേറ്റ് ചെയ്ത് എല്ലാം ഇനി അവരെണ്ണം നോക്കിയതിന് ശേഷം അവരവരുടെ ഷെൽഫിലേക്ക് ഇട്ട് നമ്മുടെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിടക്കുന്ന ജോലി എന്ന് പറയുന്നത് ഇവർ ഈ വെച്ചിരിക്കുന്ന ഇതെല്ലാം കൊണ്ടുപോകാനുള്ളതാണ്. ഇതെല്ലാം ഐറ്റംസ് സെപ്പറേറ്റ് എടുത്ത് കൗണ്ട് ചെയ്ത് പാക്ക് ചെയ്ത് കൊണ്ടുപോകുക. അതാണ് ഇന്ന് ഇവിടുന്ന് ഹോട്ടലുകളുടെ സാധാരണ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ബെഡ്ഷീറ്റ് ഉണ്ടാവും, ബെഡ് കവർ ഉണ്ടാവും, ബാത്ത് ടവൽ ഉണ്ടാവും, പില്ലോ കവർ ഉണ്ടാവും, എല്ലാ സാധനങ്ങളും ഉണ്ടാവും. എല്ലാ സാധനങ്ങളും സെപ്പറേറ്റ് ആണ്. ഇപ്പോൾ ഹോട്ടൽ ലോണ്ടറി ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇതെല്ലാം നമ്മളിപ്പോൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഐറ്റംസ് ബേസ് കൗണ്ട് ചെയ്ത് നമ്മൾ ഇവരെ ലിസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പാക്ക് ചെയ്ത് പ്ലാനിലേക്ക് കൊണ്ടുപോകുക. വാഷിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അവിടെ വാഷിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ചെയ്തതിന് ശേഷം വേണം വാഷിങ്ങിലേക്ക് കയറ്റാനായിട്ട്. അപ്പോൾ ഹോട്ടൽ ലോണ്ടറി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും വർക്കുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. നമുക്ക് പിക്കപ്പ് ആൻഡ് ഡെലിവറി എറണാകുളം ഏരിയയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ.